വാ അവിടെ പോയിരിക്കെ. കാണാൻ റബ്ബർ പാവയെ പോലെ നല്ല ചന്തമുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. ഞാൻ അടിക്കുന്ന സെന്റിന്റെ മണം അറിയുമ്പോ അവളൊന്ന് മയങ്ങി വീഴും. സാമന്തി, സാമന്തി, എടി മോളെ, ഇവിടുന്ന് എവിടേക്കാ പോയി? ഇവിടെയാണല്ലോ ഉണ്ടായിരുന്നത്. പുറത്തുനിന്നാരാ കഥവ് തട്ടുന്നേ? ഡോറിന്റെ കുറ്റി ഇട്ടിട്ടുണ്ടല്ലോ. ഇവിളിത് എവിടേക്കാ പോയത്? നീ എങ്ങനെയാ പുറത്തു പോയത്? എന്താ സാർ എന്നെ പുറത്ത് നിർത്തിയിട്ട് നിങ്ങൾ മാത്രം അകത്ത് പോയതോ? ആര്, ഞാനോ? കഥ അടച്ചിട്ട് അകത്താണല്ലോ ഇരിക്കാൻ പറഞ്ഞു. പുറത്തേക്ക് എങ്ങനെ പോയേ? ഞാനാണോ തുറന്നു വിട്ടെ? ആ ശരി, അകത്തേക്ക് വാ. ആ വരാനല്ലേ പറഞ്ഞ് വാ. ഇരിക്ക ഇരിക്ക ഇരിക്ക. ശരി, എഴുന്നേൽക്ക്. അകത്തേക്ക് പോ. ഓ വേഗം നടക്കടി. അവിടെ പോയിരിക്കെ. ഇതാണ് ഗസ്റ്റ് ഹൗസ്. ഇതിനു മുമ്പ് നീ കണ്ടിട്ടുണ്ടോ ഇത്? എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട് നിന്റെ ആളുകളോട് പറഞ്ഞു കൊടുക്ക്. എപ്പ നോക്കിയാലും കാട്ടിൽ മാത്രം ഇരുന്നാ പോരാന്ന് പറ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് എൻജോയ് ചെയ്യണം. അവിടെ ഇരിക്കടി. അല്ല, വീണ്ടും അവിടെ കാണാതെ പോയല്ലോ. എടി സാമന്തി, സാമന്തി, നീ എവിടെയാടി? വാതിലടച്ച് കുറ്റിയിട്ട് വരുമ്പോഴേക്കും ഇവിടുത്തെ എവിടേക്കാ പോയത്? ബാത്റൂമിൽ പോയിട്ടുണ്ടാവോ? കുളിക്കാണല്ലേ? എനിക്ക് വേണ്ടി ഫ്രഷ് ആവാണ്. നീ ഒരു വിഡ്ഢിയാടാ. കഴിഞ്ഞു കഴിഞ്ഞു. അല്ല, ഈ സമയത്താരാ? പോലീസുകാരൻ വന്നോ? ആ പോയി നോക്കാം. നീ എപ്പോഴാടി പുറത്തു പോയേ? ബാത്റൂമിനകത്തല്ലേ ഉണ്ടായിരുന്നേ? എന്താ സാർ ഇത്? പിന്നെ എന്നെ പുറത്താക്കിയിട്ട് പോയല്ലോ. ഞാനാണ് പുറത്തേക്ക് വിട്ടെ. ദേ ഒന്ന് കീറിയലുണ്ടല്ലോ. ബെഡിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി 4 ഡാൻസ് കളിച്ചു. ഞാൻ തന്നെയാണല്ലോ വാതിലിന്റെ കുറ്റിയിട്ട്. പിന്നെന്താ സംഭവിച്ചേ? എന്താടാ തല പൊട്ടിത്തെറിക്കുന്നു? ശരി, അത് വിട്ടേക്ക്. നീ ഇവിടെ തന്നെ നിക്ക, എങ്ങോട്ടും പോകരുത്. ഇല്ല, ബാത്റൂമിലില്ല, ഇവിടെയില്ല, ബാത്റൂമിലില്ല. പുറത്താ നിക്കുന്നത്. ഇതൊക്കെ എന്റെ പ്രശ്ന. എന്താ വാതില് തുറക്കാത്തത്? എടി വാതില് തുറക്കാൻ. എടി സാമന്തി, എടി വാതില് തുറക്കാനാ പറഞ്ഞ. എടി വാതില് തുറക്കാൻ. എന്നെ പൂട്ടിയിട്ടിട്ട് പോയല്ലേ. എന്നെ പറ്റിച്ചിട്ട് നീ രക്ഷപ്പെട്ടു അല്ലേ? എടി സാമന്തി, എന്നെ എല്ലാരും കൂടി ചേർന്ന് പറ്റിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഓരോരുത്തർക്കുള്ള പണി ഞാൻ നാളെ തരുന്നുണ്ട്. കല്യാണ തരകനെ, എന്റെ മോളുടെ കല്യാണക്കാരി എന്തായി? അയ്യാ, നിങ്ങളെ മോക്ക് വരനെ അന്വേഷിച്ച് കറങ്ങി എന്റെ പാദം തേഞ്ഞതല്ലാതെ ഒരു വരനെയും കിട്ടിയിട്ടില്ല കേട്ടാ. എന്ത്? അല്ല, എന്തെന്ന് വെച്ചാൽ എന്ത് പറയാന്? ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലത്തും പോയി. എവിടെ പോയാലും നിങ്ങളെ മോളെ പറ്റി, ആ ചെറുക്കനെ പറ്റി സംസാരിക്കുന്നല്ലാതെ ഒരിക്കലും സംഭവിക്കുന്നില്ലെന്നേ. അതല്ലാതെ അവർ രണ്ടുപേരെ കുറിച്ച് എല്ലാവർക്കും അറിയാന്നേ. എന്നെ സംബന്ധിച്ച് നിങ്ങളെ മോക്ക് വരന് കിട്ടാൻ വലിയ പാടാന്നേ. എന്നെ വിട്ടേക്ക് മുതലാളി. സുമിത്രേ. ചേട്ടാ. ചേട്ടൻ, ആ വാക്കിന്റെ അർത്ഥം അറിയോ നിനക്ക്? എന്റെ മോളെ മനസ്സ് മാറ്റി നാടകം കളിക്കാണോ നീ? ചേട്ടൻ എന്തിനെ പറ്റിയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊരു അഭിനയാണ്. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാ, നിന്റെ മോന് ജോലി വേണമെന്നുണ്ടെങ്കിൽ എന്റെ മോളുടെ കാര്യത്തിൽ തലയിടരുതെന്ന്. പക്ഷെ നീ എന്താ ചെയ്തിരിക്കുന്നത്? ആ പേടിത്തൊണ്ടനെ പറഞ്ഞു പഠിപ്പിച്ച് എന്റെ മോളെ മയക്കിരിക്കുന്നു. ഹലോ, ഞാൻ പേടിത്തൊണ്ടരൊന്നുമല്ല. ഇപ്പൊ ഞാൻ ഫോറസ്റ്റിലെ സിംഹ, അറിയാവോ? എന്ത്? നീ ഫോറസ്റ്റിലെ സിംഹമോ? എന്തൊരു അഹങ്കാരോടാ നിനക്ക്. ഒരു ഫോൺ ചെയ്താൽ നിന്റെ ജോലി നഷ്ടപ്പെട്ട് നീ തെരുവിലിറങ്ങും, അറിയോ? അതൊന്നും ഇപ്പൊ നടക്കില്ല. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആ ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ഇപ്പൊ എന്റെ വലിയ ഫാനാ. എടീ,
നിന്റെ മോന് നല്ല ട്രെയിനിങ് കൊടുത്തു അല്ലേ നിങ്ങളെ ഇല്ലാതാക്കി കളഞ്ഞാൻ. നിങ്ങളൊന്നും ഒലത്തില്ല. എന്റെ അമ്മ ഒരു വാക്ക് പറഞ്ഞ നിങ്ങളെ ഞാൻ ഇല്ലാതാക്കും. ആ? നിങ്ങളുടെ മോളെ തന്നെ കെട്ടും. ആ. എടാ എന്റെ മോളെ കല്യാണം കഴിക്കുന്നു. ആ. വാടാ വാടാ എന്റെ ആ. മോളെ കല്യാണം വരാം. കഴിക്കുന്നത് കാണട്ടെ. വാടാ, വരാന്ന്. അതും പറ്റോ? കാണാം. വാടാ, വാ. പോവാനാ അവന്റെ ഒരു പറഞ്ഞെ. വാചകം. വിവരം അറിയും. എടാ നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. എന്ത് ചെയ്യണമെന്നാ? നീ എന്ത് പറഞ്ഞാലും ശരി, തീർച്ചയായും നീ അമ്മാവന്റെ മകളെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. കൃഷ്ണവേണിയെയോ? അതേടാ. ഒരു മിനിറ്റ്. എടാ രാമസ്വാമി, ഹ, ഇവന്റെ ഒരു കാര്യം ആ രാമസ്വാമിയെ എന്താടാ ചിരിക്കുന്നേ? നിന്നെ കണ്ടാ പിന്നെ ചിരിക്കാതിരിക്കും. എടാ നിനക്കിത് കോമഡിയാ, അവർക്ക് ഇതൊക്കെ ട്രാജഡിയാ. ട്രാജഡിയോ? കളികൾ കളിച്ചു തന്നെ തീർക്കണോടാ. പോകും തോറും നിനക്ക് മനസ്സിലാവും. വാടാ. ഇപ്പൊ കണ്ടില്ലേ, കുടുംബത്തിലുള്ളവര് എല്ലാരും കൂടി ചേർന്നിരുന്ന് കെക്കപ്പക്കാന്ന് ചിരിക്കുന്നേ. പാവം പോട്ര. പാവങ്ങളാന്ന് പറഞ്ഞ് വെറുതെ വിടാൻ പറ്റില്ല. പ്രേതമാണെന്നും പറഞ്ഞ് പേടിപ്പിച്ച് മൂത്രമൊഴിപ്പിക്കും. നീ ഡ്യൂപ്ലിക്കേറ്റ് പ്രേതാണ്, അവര് ഒറിജിനൽ പ്രേതാണടാ. അവരുടെ കയ്യിൽ പോയി കുടുങ്ങല്ലേ. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ? എങ്ങനെ? എങ്ങനെയാണെന്നോ നോക്ക്. എടാ ഇത് 1% പേടി മാത്രം, ബാക്കി 99%. എടാ രാജു ഇങ്ങോട്ട് വാടാ. ആ പാവങ്ങൾ എന്തിനാണ് അങ്ങനെ പറ്റിക്കുന്നത്? എടാ നീ കണ്ടത് ട്രെയിലർ മാത്രാ, പിക്ചർ വരാൻ പോകുന്നേ ഉള്ളൂ. നീ നോക്കിക്കോ. നീ എന്തിനാ എന്റെ വാലും പിടിച്ചു വരുന്നേ? നീ ചെറിയ ചെക്കനാ, പേടിക്കും. ഇവിടെ ഇരിക്ക, അവിടെ ഇരിക്കടാ. ആ ഈ വടി ഇങ്ങോട്ടിതാ. എന്താ മോനെ ഇവിടെ എന്താ ചെയ്യുന്നേ? വാ നമുക്ക് പോയിരുന്ന് അല്പം സംസാരിക്കാം. വാ വാ ഇങ്ങോട്ട് വാ, അവിടെ ഇരുന്ന് സംസാരിക്കാം. വാ. ആ അങ്ങനെ തന്നെ, അടുത്തേക്ക് വാ, പറയാം. എന്തിനാ? ഇങ്ങോട്ട് വാടാ. എന്തെങ്കിലും ചെയ്യാൻ ആ, പോകുക? പിടിച്ചോടാ. ഇത് ഞാനാടാ രാമസ്വാമി. രാമസ്വാമി സാറാടാ. രാമസ്വാമി സാറാ, നിങ്ങളായിരുന്നോ? എന്തിനാ ഞങ്ങളെ പേടിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് പ്രേതങ്ങള് പേടിയാ. ഞങ്ങൾക്ക് പ്രേതം എന്ന് പറഞ്ഞ പേടിയോ സാറേ? ഞാൻ പറഞ്ഞില്ലേ മൂത്രം ഒഴിപ്പിക്കുമെന്ന്. പേടിച്ച് വെച്ചേതാ. ഇതൊക്കെ എന്തിനാ ചെയ്യുന്ന, ആർക്ക് വേണ്ടിയാ ചെയ്യുന്നെന്ന് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായാ മതി. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായവര് പറഞ്ഞു കൊടുക്ക. അകത്തോട്ട് വരൂ. നീ എന്താണ് അങ്ങനെ വ്യത്യസ്തമായ എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നേ? വായിന്നത് എടുക്കടാ, തുളഞ്ഞു കേറും. ഇവിടെ വന്നിരിക്ക, ഇങ്ങോട്ട് വാടാ. എന്താന്ന് പറ. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടാണ്. എടാ നിന്നെ ഞാനുണ്ടല്ലോ, അവള് പറയേണ്ട ഡയലോഗൊക്കെ നീയാണല്ലോടാ പറയുന്നത്. നയൻതാര നിനക്കെന്നെ കിട്ടില്ലാട്ടാ. നേരെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കിട്ടും. നീ മാത്രല്ലടാ, നിന്റെ സംസാരം വ്യത്യസ്തമാ. നീ ഒന്നും മിണ്ടാതിരിക്കടാ. ഇതെന്താന്ന് പറ. കൊമ്പ്. അത് ചില്ല. ശരി, അതൊന്ന് ഉയർത്തി കാണിക്ക. ചില്ല. ചില്ലയാണോ? ഇതുകൊണ്ട് ഒരു അടി അടിച്ചിട്ടല്ലോ മേലെ പറക്കുന്നീ. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. പോടാ, മര്യാദക്ക് മുന്നിൽ നിന്ന് പോടാ. പോടാന്ന് വീണ്ടും ചില്ല കമ്പ് എന്നൊക്കെ പറഞ്ഞു. പോടാ. ഇതെന്താ ഇത്?